ഇപ്പോൾ എന്തുകൊണ്ടാണ് ജെൻസി കാറ്റഗറി ഉള്ളവർക്ക് കൂടുതൽ കാലം ജോബിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്? ഞാൻ ഈ അടുത്ത് നമ്മൾ ഇന്റേൺസിനോട് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നിങ്ങൾ ഈ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ജോബിന് പോകും. അപ്പോൾ ആ ജോബിന് പോകുന്ന ഒരു എൻവയോൺമെൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് അവരുടെ ഒരു ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടി ചോദിച്ചതായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ ഷെയർ ചെയ്തു. അതിൽ കുറേ ആളുകൾ ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തത് ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം ഇതിലുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് അവർ എല്ലാവരും ഇൻഡിവിജ്വാലിറ്റിക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ അവരൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റ് ഒരു വർക്ക് പ്ലേസിൽ ഉണ്ടാവുക എന്നുള്ളത് അവരെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ജെൻസി എന്നൊക്കെ പറയുന്ന എല്ലാവരും നല്ല രീതിയിൽ അവരുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ നല്ല അവെയർ ആണെന്നുള്ളത് കൂടി ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ അവരെല്ലാവരും ജോബിലേക്ക് വരുമ്പോൾ അവർക്കൊരു ഗ്രോത്ത് ഫീൽ ചെയ്യണം, സെൽഫായിട്ടൊരു വാല്യൂ ഫീൽ ചെയ്യണം എന്നുള്ളതൊക്കെ അവർ വലിയ രീതിയിലൊരു കൺസിഡറേഷനായിട്ട് വെക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് അവരുടെ ഡിസ്കഷനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയേണ്ട ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഈ എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഈ സക്സസ് ആയിട്ടുള്ള കുറേ ഇമേജുകളും സ്റ്റോറീസുകളും വീഡിയോസുകളൊക്കെ നിരന്തരം ഇൻസ്റ്റഗ്രാമിലും എല്ലാം നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഈ സക്സസ് ആയ ഒരു ഇമേജ് മാത്രമാണ് റിയാലിറ്റി എന്നുള്ള ഒരു തോട്ട് പലപ്പോഴും നമ്മളിലേക്ക് വല്ലാതെ വരുന്നുണ്ട്. പക്ഷേ ഏതൊരാളുടെയും സക്സസ്സിന് പിന്നിലുള്ള ഒരു സ്ട്രഗിൾ ഉണ്ട്, അവരുടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സ്റ്റുഡൻറ് ലൈഫിൽ നിന്ന് കരിയർ ലൈഫിലേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ കൺഫ്യൂഷൻസ് ഉണ്ടാവും, സ്ട്രഗിളുകൾ ഉണ്ടാവും. പക്ഷെ നമ്മളത് മനസ്സിലാക്കി തിരുത്തേണ്ടത് തിരുത്തി അങ്ങനെ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഗ്രോത്ത് സ്ലോ ആയിട്ടാണെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ്. സോ ആസ് എൻ SRO എനിക്ക് പറയാനുള്ളത്, നമ്മളിങ്ങനെ ജെൻസി കാറ്റഗറി ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻസ് നമ്മൾ വെക്കുമ്പോൾ നമ്മൾ അതിനൊക്കെ അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു ചേർത്ത് പിടിക്കലും ഒരു ഗൈഡൻസും കൃത്യമായൊരു മെൻറ്ററിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരു യൂത്തിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ളതാണ്.